ഹായ്, എല്ലാവർക്കും കരിയർ ടൈംസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദേശീയ പതാകയെക്കുറിച്ചാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പതാകയെക്കുറിച്ച് സംബന്ധിച്ച് SSCയും അതേപോലെ തന്നെ PSCയും നിരന്തരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പതാകകളെ കുറിച്ചുള്ള പഠനം. വെക്സിലോളജി. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യ. ഏത് സംസ്ഥാനക്കാരനാണ് പിംഗലി വെങ്കയ്യ? ആന്ധ്രാപ്രദേശ്. ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതി. ദേശീയ പതാകയുടെ നീളവും വീതിയും എത്ര അനുപാതത്തിൽ? 3:2. ഏറ്റവും ചെറിയ ഇന്ത്യൻ പതാകയുടെ അളവ് 150x100 മില്ലിമീറ്റർ. ഏറ്റവും വലിയ ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവ് 6300x4200 മില്ലിമീറ്റർ. ദേശീയ പതാകയുടെ നിറങ്ങൾ എന്തിനെ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്? കുങ്കുമനിറം ധീരത, ത്യാഗം. വെള്ളനിറം സമാധാനം, സത്യസന്ധത. പച്ചനിറം സമൃദ്ധി, ഫലഭൂഷ്ഠിത. ദേശീയ പതാകയിലെ അശോക ചക്രത്തിൻ്റെ നിറം നാവിക നീല. ദേശീയ പതാകയിലെ അശോക ചക്രം എവിടെ നിന്നാണ് കടമെടുത്തത്? അശോക സ്തംഭത്തിൽ നിന്ന്. അശോക ചക്രത്തിൽ ആകെ എത്ര ആരക്കാലുകൾ ആണുള്ളത്? 24. ദേശീയ പതാക ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തുണി കൈത്തറിയുടെ അല്ലെങ്കിൽ ഗാന്ധി. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണ ശാഖ ഹുബ്ലി. 1931 മുതൽ 1947 വരെ ത്രിവർണ പതാകയുടെ മധ്യത്തിൽ അശോക ചക്രത്തിന് പകരം എന്തായിരുന്നു? ചർക്ക. ദേശീയ പതാകയെ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് എപ്പോഴാണ്? 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെ? കൽക്കത്തയിലെ ഗ്രീൻ പാർക്കിലാണ്. മാഡം ഭിക്കാജി കാമ ഇന്ത്യയുടെ പതാക ആദ്യമായി ഉയർത്തിയ വർഷം 1907. മേഡം ഭിക്കാജി കാമ ഇന്ത്യയുടെ പതാക ഉയർത്തിയത് എവിടെ? ജർമ്മനിയിലെ സ്റ്റാറ്റിസ്ഗാർട്ടിൽ. സ്വരാജ് പതാക രൂപകൽപ്പന ചെയ്തത് ഗാന്ധിജി 1921. ദേശീയ പതാക ആദ്യമായി ഉയർത്തിയ സമ്മേളനം ലാഹോർ 1929. ത്രിവർണ പതാക രാജ്യത്തിൻ്റെ പതാകയായി അംഗീകരിച്ച സമ്മേളനം കറാച്ചി 1931. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എപ്പോൾ? 2002 ജനുവരി 26. പതാക നിയമ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? PD ഷേണായി. ഇന്ത്യൻ പതാക നിയമ ഭേദഗതി വരുത്താൻ പ്രധാന പങ്കുവഹിച്ചത് ആരായിരുന്നു? നവീൻ ജിണ്ടാൽ. ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ആരായിരുന്നു? നവീൻ ജിണ്ടാൽ. എന്നാൽ ചെങ്കോട്ടയിൽ വെച്ച് ദേശീയ പതാക ഉയർത്താൻ സാധിക്കാത്ത 2 പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ്? ചന്ദ്രശേഖർ, ഗുൽസാരി ലാൽ നന്ദ. കർണാടക ഗാന്ധി ഗ്രാമോദ്യാൻ സംയുക്ത സംഘം സ്ഥാപിതമായ വർഷം 1957 നവംബർ 1. കർണാടക ഗാന്ധി ഗ്രാമോദ്യാൻ സംയുക്ത സംഘം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലെ ഹുബ്ലി. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ബഹിരാകാശത്തേക്ക് എത്തിച്ചത് ഏത് ദൗത്യത്തിലാണ്? 1971 അപ്പോളോ 15. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പതാക എവിടെ? ബേൽഗവി, കർണാടക. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം
ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്പഥിൽ വെച്ച് ദേശീയ പതാക ഉയർത്തുന്നത് രാഷ്ട്രപതി. എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? പ്രധാനമന്ത്രി.